കാൽക്കുലേറ്റ് അപ്രോച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രൈസ് ലൈനെ കുറിച്ചിട്ടാണ്. അതുപോലെ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഇൻ ദി ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ച്. ഇപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസ് ലൈനും ഇൻഡിഫറൻസ് കർവും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നല്ലേ. ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ലൈനും അതേപോലെ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഇൻ ഓർഡിനറി അപ്രോച്ച് വിത്ത് ഇൻഡിഫറൻസ് കർവ് ആൻഡ് പ്രൈസ് ലൈൻ. പ്രൈസ് ലൈൻ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കൺസെപ്റ്റുകളാണ് കൺസ്യൂമേഴ്സ് ബജറ്റും അതുപോലെ പ്രൈസ് കൺസ്ട്രെയിൻറ്റും. കൺസ്യൂമേഴ്സ് ബജറ്റൊക്കെ നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ എന്നുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താ കൺസ്യൂമേഴ്സ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ കൺസ്യൂമർ. So there are two constraints or limitations faced by the consumer when he is trying to maximize satisfaction. ഒരു കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫേസ് ചെയ്യേണ്ട അഭിമുഖീകരിക്കുന്ന രണ്ട് കൺസ്ട്രെയിൻസ് തടസ്സങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ദേ ആർ ദ ഫസ്റ്റ് വൺ ഈസ് ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, കൺസ്യൂമറുടെ വരുമാനം. രണ്ടാമത്തേത് ദ പ്രൈസസ് ഓഫ് ദി ഗുഡ്, കമ്മോഡിറ്റി, സാധനങ്ങളുടെ വില. The amount of goods that a consumer can purchase over a given period of time is limited by the consumer's income and by the prices of the goods. ഇപ്പോൾ കൺസ്യൂമറുടെ ഇൻകം അതുപോലെ കമ്മോഡിറ്റിയുടെ പ്രൈസും കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷന് തടസ്സം നിൽക്കുന്നതാണ്. അതായത് കൺസ്യൂമർ എത്രയാണ് സാധനങ്ങൾ വാങ്ങേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഏതിൻ്റെ ബേസിലൊക്കെയാണ്? കൺസ്യൂമറുടെ ഇൻകത്തിൻ്റെയും അതുപോലെ കമ്മോഡിറ്റിയുടെ പ്രൈസിൻ്റെയും ബേസിലാണ്. These two constraints are represented by the budget line. അപ്പോൾ ഈ രണ്ട് കൺസ്ട്രെയിൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്? ബജറ്റ് ലൈൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ ഇനി എന്താണ് പ്രൈസ് ലൈൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പ്രൈസ് ലൈനിലെ മറ്റൊരു പേരാണ് എന്ത്? ബജറ്റ് ലൈൻ. ഓക്കെ, ബജറ്റ് ലൈൻ ഈസ് എ ലൈൻ ഷോയിങ് ദ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് വിത്ത് എ ഗിവൺ ഇൻകം ഓർ ബജറ്റ്. ഒരു കൺസ്യൂമറുടെ വരുമാനം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബജറ്റ് ഉപയോഗിച്ചുകൊണ്ടോ ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷൻ കാണിക്കുന്ന ഒരു ലൈനാണ്, ഒരു രേഖയാണെന്ത്? ബജറ്റ് ലൈൻ. ഓക്കെ, ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന അവരുടെ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷനെ കാണിക്കുന്ന ഒരു ലൈനാണ്, ഒരു രേഖയാണ് ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ ഈസ് ഡ്രോൺ ഓൺ ദ ബേസ് ഓഫ് ടു അസംഷൻ. രണ്ട് അസംഷൻ്റെ ബേസിലാണ് ബജറ്റ് ലൈന് വരക്കുന്നത്. ഏതൊക്കെയാണ്? ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഈസ് ഗിവൺ. ഒന്നാമത്തേത് കൺസ്യൂമറുടെ ഇൻകം നൽകിയിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തേത് ദ പ്രൈസസ് ഓഫ് ടു കമ്മോഡിറ്റീസ് ആർ ഗിവൺ. കമ്മോഡിറ്റീസിൻ്റെ പ്രൈസും നൽകിയിട്ടുണ്ട്. The budget line shows all those combinations of the two goods available to the consumer. കൺസ്യൂമർക്ക് ലഭിക്കാവുന്ന അവൈലബിൾ ആയിട്ടുള്ള രണ്ട് കമ്മോഡിറ്റീസിൻ്റെ എല്ലാ കോമ്പിനേഷനും ഇവിടെ കാണിക്കുന്നു, ബജറ്റ് ലൈനിൽ കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഈസ് അസ്യൂംഡ് ആസ് ₹500 ആൻഡ് ദ യൂണിറ്റ് പ്രൈസ് ഓഫ് എക്സ് ഈസ് ₹100 ആൻഡ് ദാറ്റ് ഓഫ് വൈ ഈസ് 50. ഇപ്പോൾ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത് എന്താണ്? കൺസ്യൂമറുടെ വരുമാനം 500 രൂപയും അതുപോലെ എക്സ് എന്നുള്ള കമ്മോഡിറ്റി ഒരു യൂണിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് 100 രൂപയും കൊടുക്കണം. അതുപോലെ വൈൻ്റെ ഒരു യൂണിറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ 50 റുപ്പീസും കൊടുക്കണം. ഇഫ് ദ എൻ്റെ ഇൻകം ഈ സ്പെൻഡ് ഓൺ എക്സ് വാങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മളെല്ലാ 500 രൂപയും ചിലവഴിക്കുന്നതെങ്കിൽ എത്ര എക്സ് ആണ് കിട്ടുക? 5 യൂണിറ്റ് എക്സ് വാങ്ങാൻ കഴിയും അല്ലേ. അതായത് 100 × 5 ഈസ് ഈക്വൽ ടു 500 ആയില്ലേ. 500/100 ഈസ് ഈക്വൽ ടു 5 യൂണിറ്റ് അല്ലേ. 500/100 ഈസ് ഈക്വൽ ടു 5 യൂണിറ്റ് വാങ്ങാൻ കഴിയും. അതായത് മുഴുവൻ 500 രൂപയും എക്സ് എന്നുള്ള കമ്മോഡിറ്റി വാങ്ങാൻ വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ കിട്ടുന്ന എത്ര യൂണിറ്റാണ്? 5 യൂണിറ്റ് ഓഫ് എക്സ് ആൻഡ് നോ വൈ, അതായത് വൈ ഒന്നും വാങ്ങാൻ കഴിയില്ല. ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ദി എൻ്റർ ഇൻകം ഈസ് സ്പെൻഡ് ഓൺ വൈ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദെൻ 10 യൂണിറ്റ്സ് ഓഫ് വൈ കുഡ് ബി ബോട്ട് ആൻഡ് നോ എക്സ്. എത്ര വാങ്ങാൻ കഴിയും? 500 രൂപയും വൈ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തായിരിക്കും വരിക? 500/50 ഈസ് ഈക്വൽ ടു 10 യൂണിറ്റ്. 10 യൂണിറ്റ് ഓഫ് വൈ കുഡ് ബി ബോട്ട് ആൻഡ് നോ എക്സ്. ഒറ്റ എക്സ് വാങ്ങാൻ കഴിയില്ല.
In the following diagram, the budget line PL shows all the different combinations of X and Y that the consumer can purchase. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടല്ലേ. ഈ ഗ്രാഫിൽ എക്സ് ആക്സിൽ കമ്മോഡിറ്റി എക്സും വൈ ആക്സിൽ കമ്മോഡിറ്റി വൈയും നൽകിയിട്ടുണ്ട്. ഈ തന്നിട്ടുള്ള PL എന്ന് പറയുന്നതാണ് ബജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈസ് ലൈനിൽ ഏതൊരു കോമ്പിനേഷൻ എടുത്താലും എന്താണ്, രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷൻ, അതായത് കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷനാണ് അതിൽ ഏതൊരു പോയിന്റ് എടുത്താലും കാണിക്കുന്നത്. In the following diagram, the budget line PL shows all the different combinations of X and Y that the consumer can purchase. Prices and income of the consumer represent indirectly. ഇവിടെ പ്രൈസ് എവിടെ പറഞ്ഞിട്ടുള്ളത്, എവിടെ ഇൻകം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ. അത് ഇൻഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്, അത് നേരെ അല്ലാതെ വളഞ്ഞ വഴിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ എ എന്നുള്ള പോയിന്റ് ആയാലും ഇവിടെ ബി ഉണ്ടെങ്കിലും സി ഉണ്ടെങ്കിലും എല്ലാ കോമ്പിനേഷനിലും രണ്ട് കമ്മോഡിറ്റീസാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. രണ്ട് കമ്മോഡിറ്റീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, എക്സ് ആൻഡ് വൈ. ഇപ്പോൾ എയും ബിയും സിയും കാണിക്കുന്നത് എന്താണ്, ദ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ദാറ്റ് ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ്. ദ പ്രൈസ് ആൻഡ് ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആർ റെപ്രസെൻറ്റ് ഇൻഡയറക്റ്റ്ലി. So budget line the slope എന്താണ്, the slope of the budget line is the ratio of the prices of two commodities. അപ്പോൾ ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി പ്രൈസസ് ഓഫ് ടു കമ്മോഡിറ്റീസ്. രണ്ട് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ്. അതായത് ദ റേഷ്യോ ഈസ് PX/PY. PX എന്താണ്, പ്രൈസ് ഓഫ് എക്സ്, PY എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് വൈ. So the price of X divided by the price of Y is the slope of the budget line. The slope of the budget line is the ratio of the prices of two commodities. The ratio is PX/PY. നമ്മൾ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് പറഞ്ഞു അല്ലേ, -ΔY/ΔX, MRs. അതുപോലെ തന്നെ ബജറ്റ് ലൈനിൻ്റെ അല്ലെങ്കിൽ പ്രൈസ് ലൈനിൻ്റെ സ്ലോപ്പ് ഏതാണ്, PX/PY. The slope of the price line is derived as follows. എങ്ങനെയാണ് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയത് എന്നുള്ളതാണ് കേട്ടോ. Slope is equal to quantity of Y divided by quantity of X. Quantity of Y യും quantity of X ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് സ്ലോപ്പ്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് Y എന്ന് പറയുന്നത് എന്താ, ഇൻകം ഡിവൈഡ് ബൈ PY. എത്ര ഇൻകം ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മോഡിറ്റി വാങ്ങുന്നത്. അപ്പോൾ ഇൻകം ബൈ PY ആണ് ക്വാണ്ടിറ്റി ഓഫ് വൈ. ക്വാണ്ടിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻകം ബൈ PX ആണ്. തമ്മിൽ ഡിവൈഡ് ചെയ്താലാണ് PX/PY. PX/PY ആണ് എന്തിൻ്റെ സ്ലോപ്പ്, പ്രൈസ് ലൈൻ്റെ സ്ലോപ്പായിട്ട് പറയുന്നത്. So the slope of the budget line would be equal to 1 if the prices of two goods are equal. ഈ പറഞ്ഞ സ്ലോപ്പ് ഉണ്ടല്ലോ, ഈ സ്ലോപ്പ് എപ്പോഴാണ് ഈക്വൽ ടു 1 ആവുന്നത്, the prices of the two goods were equal. രണ്ട് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസും ഈക്വൽ ആകുമ്പോൾ ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് 1 ആയിരിക്കും. If the slope is less than unity, അതായത് സ്ലോപ്പ് ഒന്നിനേക്കാൾ കുറവാകുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഈസ് ചീപ്പർ. എക്സ് എന്നുള്ള കമ്മോഡിറ്റി ചീപ്പർ ആയിരിക്കും. ഇപ്പോൾ സ്ലോപ്പ് ഒന്നിനേക്കാൾ കുറവാകുകയാണെന്നുണ്ടെങ്കിൽ എക്സ് എന്നുള്ള കമ്മോഡിറ്റി ചീപ്പർ ആയിരിക്കും. ഇഫ് ദ സ്ലോപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി വൈ ഈസ് ചീപ്പർ. സ്ലോപ്പ് ഒന്നിനേക്കാൾ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ, യൂണിറ്റി എന്നാൽ ഒന്നിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ വൈ ഈസ് ചീപ്പർ. നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. The budget line separates all combinations of the two goods into two groups. ബജറ്റ് ലൈന് എല്ലാ കോമ്പിനേഷനെയും രണ്ട് ഗ്രൂപ്പ്സ് ആക്കിയിട്ടാണ് തരംതിരിക്കുന്നത്. ഏതാണ്, those that the consumer can afford and those that he cannot. ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്നതും അതുപോലെ കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയാത്തതും എന്നുള്ള രീതിയിൽ രണ്ട് കോമ്പിനേഷൻ ആക്കിയിട്ട് രണ്ട് കോമ്പിനേഷൻ ആക്കിയിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, എനി കോമ്പിനേഷൻ ലൈങ് ടു ദി ലെഫ്റ്റ് ഓഫ് ഓർ ബിലോ ദി ബജറ്റ് ലൈൻ ഈസ് അഫോർഡബിൾ ടു ദി കൺസ്യൂമർ. ബജറ്റ് ലൈനിലുള്ളതോ അല്ലെങ്കിൽ ബജറ്റ് ലൈനിൽ താഴെ വരുന്നതോ എന്ത് ചെയ്യാം, കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന കോമ്പിനേഷൻ ആയിരിക്കും. ബജറ്റ് ലൈനിൽ ഉള്ള കോമ്പിനേഷൻസോ അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന
കോമ്പിനേഷൻസോ കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയും. കോമ്പിനേഷൻസ് ലൈങ് ടു ദി റൈറ്റ് ഓഫ് ഓർ എബവ് ദ ബജറ്റ് ലൈൻ ആർ ഫിനാൻഷ്യലി അൺഅഫോർഡബിൾ ടു ദി കൺസ്യൂമർ. ഇപ്പോൾ ബജറ്റ് ലൈനിന് മുകളിൽ വരുന്നതോ അല്ലെങ്കിൽ വലതുവശത്ത് വരുന്നതോ എന്താണ്, മുകളിൽ വരുന്നതൊക്കെ എന്താണ്, കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയാത്ത രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. ദസ് ദ മോസ്റ്റ് പ്രിഫേർഡ് കോമ്പിനേഷൻ മസ്റ്റ് ലൈ ഓൺ ദി ബജറ്റ് ലൈൻ. മോസ്റ്റ് പ്രിഫർ ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതാണ്, മസ്റ്റ് ലൈൻ ഓൺ ദി ബജറ്റ് ലൈൻ. ബജറ്റ് ലൈനിൽ ഉള്ള കോമ്പിനേഷനാണ് കേട്ടോ. The point of tangency of the budget line into an indifference curve means that the consumer is in equilibrium. അപ്പോൾ ബജറ്റ് ലൈനും അതുപോലെ ഇൻഡിഫറൻസ് കർവും ടാൻജൻ്റ് ചെയ്യുന്ന പോയിന്റിലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. ദ പോയിന്റ് ഓഫ് ടാൻജൻസി ഓഫ് ദ ബജറ്റ് ലൈൻ ടു ആൻ ഇൻഡിഫറൻസ് കർവ് മീൻസ് ദാറ്റ് ദ കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബജറ്റ് ലൈനിൻ്റെ ഗ്രാഫ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ABC എന്ന് പറയുന്നത് എല്ലാം ബജറ്റ് ലൈനിലുള്ള കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ D എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ട്, ഇവിടെ E എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൺസ്യൂമർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്, ബജറ്റ് ലൈനിലുള്ളതും അതുപോലെ അതിന് താഴെ വരുന്നതും അല്ലേ. ABCD എന്ന് പറയുന്ന കോമ്പിനേഷനൊക്കെ കൺസ്യൂമർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്, വാങ്ങാൻ കഴിയുന്നതാണ്. ഇനി എബോവ് ബജറ്റ് ലൈൻ ആവുന്ന കോമ്പിനേഷൻ E ആണ് അല്ലേ. ഇപ്പോൾ E എന്ന് പറയുന്ന കോമ്പിനേഷന് കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയില്ല, കാരണം അത്രയും ഇൻകം ആരുടെ കയ്യിലില്ല, അത്രയും വാങ്ങാൻ കഴിയുന്ന ഇൻകം ആരുടെ കയ്യിലില്ല, കൺസ്യൂമറുടെ കയ്യിൽ ഇല്ല. ഓക്കെ, അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്, ഒരു കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത് ബജറ്റ് ലൈനിലുള്ള കോമ്പിനേഷൻസ് ആണ്, അതായത് ABC എന്ന് പറയുന്ന കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ചേഞ്ചസ് ഇൻ ഇൻകം ആൻഡ് പ്രൈസസ് ആൻഡ് ദി ബജറ്റ് ലൈൻ. ഇൻകത്തിലും പ്രൈസിലും മാറ്റം വന്നാൽ അത് ബജറ്റ് ലൈനിനെ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എ പെർട്ടിക്കുലർ പ്രൈസ് ലൈൻ ഷോസ് എ ഗിവൺ ലെവൽ ഓഫ് ഇൻകം ആൻഡ് സ്പെസിഫിക് പ്രൈസ് ഓഫ് ടു കമ്മോഡിറ്റീസ്. ഒരു ബജറ്റ് ലൈൻ കാണിക്കുന്നത് എന്താണ്, ഒരു തന്നിട്ടുള്ള ഒരു ഇൻകത്തെക്കുറിച്ചും അതുപോലെ സ്പെസിഫിക് പ്രൈസും നമുക്ക് നൽകിയിട്ടുള്ള പ്രൈസിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ രണ്ട് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിനെ കുറിച്ചിട്ടും അതുപോലെ ഒരു കൺസ്യൂമറുടെ ഇൻകത്തിനെ കുറിച്ചിട്ടുമാണ് ഇവിടെ കാണിക്കുന്നത്, പ്രൈസ് ലൈനിൽ കാണിക്കുന്നത്. So there are two factors that cause changes in price line. Price line മാറ്റം വരുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണുള്ളത്. There are two factors that cause changes in price line. They are ഏതൊക്കെയാണ്, ചേഞ്ചസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ, കൺസ്യൂമറുടെ വരുമാനത്തിൽ വരുന്ന മാറ്റം, അതുപോലെ ചേഞ്ചസ് ഇൻ ദി പ്രൈസസ് ഓഫ് ദി ടു കമ്മോഡിറ്റീസ്. രണ്ടാമത്തെ ഏതാണ്, ചേഞ്ചസ് ഇൻ ദി പ്രൈസസ് ഓഫ് ടു കമ്മോഡിറ്റീസ്, കമ്മോഡിറ്റീസിൻ്റെ വിലയിൽ വരുന്ന മാറ്റം. The price line will shift in a parallel manner to the right when there is an increase in the income of the consumer. Prices of the two commodities remaining constant. അപ്പോൾ തന്നിട്ടുള്ള പ്രൈസ് ലൈനിൻ്റെ അതേപോലെ അതിന് പാരലായിട്ട് റൈറ്റിലേക്ക് വലതുവശത്തേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമറുടെ വരുമാനത്തിൽ മാറ്റമുണ്ട്, അത് കൂടി എന്നുള്ളതാണ് കേട്ടോ. അത് പ്രൈസ് ലൈന് വലതുവശത്തേക്ക് പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമറുടെ വരുമാനം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പ്രൈസിലൊരു മാറ്റവും ഇല്ല. ഇൻകമാണ് കൂടിയതെങ്കിൽ പ്രൈസ് ലൈന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദ പ്രൈസ് ലൈൻ വിൽ ഷിഫ്റ്റ് ഇൻ എ പാരലൽ മാനർ ടു ദ ലെഫ്റ്റ് വെൻ ദർ ഈസ് എ റിഡക്ഷൻ ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അതായത് പ്രൈസ് ഓഫ് ടു കമ്മോഡിറ്റീസ് റിമൈനിങ് അൺചേഞ്ച്ഡ്. പ്രൈസ് ലൈനിൽ ലെഫ്റ്റിലേക്കാണ് മാറ്റം വന്നതെങ്കിൽ, താഴേക്കാണ് പാരലായിട്ട് മാറിയതെങ്കിൽ എന്താണ് അർത്ഥം, ദർ ഈസ് എ റിഡക്ഷൻ ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ, കൺസ്യൂമറുടെ വരുമാനത്തിൽ കുറവ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് എന്താ, രണ്ട് കമ്മോഡിറ്റീസിൻ്റെ വില ചേഞ്ച് ചെയ്യാതിരിക്കുക, വിലയിൽ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കൺസ്യൂമറുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ലൈന് റൈറ്റിലേക്ക് മാറും, ഇൻകം കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റിലേക്ക് മാറും. ഓക്കെ, the price line will also shift in a parallel manner if both prices are changed proportionately. പ്രൈസ് ലൈന് അതേപോലെ തന്നെ പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, രണ്ട് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസും പ്രൊപ്പോർഷനായിട്ട് മാറ്റം വരികയാണ് എന്നുണ്ടെങ്കിലാണ്. അപ്പോൾ കൺസ്യൂമറുടെ ഇൻകം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ദ പ്രൈസ് ലൈൻ വിൽ ഓൾസോ ഷിഫ്റ്റ് ഇൻ എ പാരലൽ മാനർ ഇഫ് ബോത്ത് പ്രൈസസ് ആർ ചേഞ്ച്ഡ് പ്രൊപ്പോർഷനേറ്റ്ലി.
A proportionate reduction in the prices of the two goods will result in a parallel upward shift in the price line, and a proportionate increase in the price of two goods will result in a parallel downward shift in the price line. ഇപ്പോൾ പ്രൈസ് ലൈൻ, അതായത് രണ്ട് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസും മാറുകയാണെന്ന് പ്രൊപ്പോർഷനായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിലും പ്രൈസ് ലൈന് പാരലൽ ഷിഫ്റ്റ് ഉണ്ടാവും. ഇല്ല, കേസാണ് പറയുന്നത്. എ പ്രൊപ്പോർഷനേറ്റ് റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദ ടു ഗുഡ്സ് വിൽ റിസൾട്ട് ഇൻ എ പാരലൽ അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ ദ പ്രൈസ് ലൈൻ. ഓക്കെ, പ്രൊപ്പോർഷനേറ്റ് റിഡക്ഷൻ ആണ്, പ്രൈസിൽ പ്രൊപ്പോർഷനേറ്റ് റിഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രൈസ് ലൈന് അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവും അല്ലേ. പ്രൈസിൽ കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയും, അതുകൊണ്ട് തന്നെ അത് പാരലൽ അപ്വേർഡ് ഷിഫ്റ്റാണ് ഉണ്ടാക്കുക. Proportionate increase in the price of two goods will result in a parallel downward shift in the price line. Proportionate increase in the price ആണെന്നുണ്ടെങ്കിൽ വില രണ്ട് കമ്മോഡിറ്റീസിൻ്റെയും ഒരേപോലെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ പാരലൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് ഇൻ ദി പ്രൈസ് ലൈൻ. അത് ഡൗൺവേർഡ് ഷിഫ്റ്റ് ആയിരിക്കും, പ്രൈസ് ലൈനിൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത് ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും കേട്ടോ. ഫിഗർ കാണിച്ചു തരാം. ഇവിടെ എ കൊടുത്തിട്ടില്ല, എ എന്ന് പറയുന്ന ഫിഗർ ഇവിടെയാണ് ഇത് പാരലൽ ഷിഫ്റ്റ് കാണിക്കുന്നത്. കമ്മോഡിറ്റി എക്സ് ആക്സിലും കമ്മോഡിറ്റി വൈ ആക്സിലും കൊടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ പി എൽ എന്ന് പറയുന്ന ഒറിജിനൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ P1 L1 എപ്പോഴാണ് മാറുക, കൺസ്യൂമറുടെ ഇൻകം ഇൻക്രീസ് ചെയ്താലും അതേപോലെ രണ്ട് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസും പ്രൊപ്പോർഷനേറ്റ്ലി കുറഞ്ഞാലുമാണ് എന്ത് ചെയ്യുക, PL എന്ന് പറയുന്ന ലൈന് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഇനി ലെഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ ഇൻവേർഡ് ഷിഫ്റ്റ് എപ്പോഴാണ് ഉണ്ടാവുക, പാരലൽ ഷിഫ്റ്റ് ആണല്ലേ. കൺസ്യൂമറുടെ ഇൻകം കുറയുമ്പോഴും കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, PL P2 L2 മാറും, അത് പാരലൽ ഷിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇഫ് ദ പ്രൈസ് ഓഫ് വൺ കമ്മോഡിറ്റി ചേഞ്ചസ് ദ പ്രൈസ് ലൈൻ വിൽ ഷിഫ്റ്റ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ. ഇനി പറയാൻ പോകുന്നത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ മാറ്റം വന്നാൽ എന്ത് മാറ്റമാണ് പ്രൈസ് ലൈനിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇഫ് ദ പ്രൈസ് ഓഫ് വൺ കമ്മോഡിറ്റി ചേഞ്ചസ് പ്രൈസ് ലൈൻ വിൽ ഷിഫ്റ്റ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ. പല രീതിയിലാണ് ഷിഫ്റ്റ് ചെയ്യുക. For example, if only the price of a commodity X falls, the y-intercept remains unchanged and the price line rotates in a counterclockwise manner. അതായത് കമ്മോഡിറ്റി എക്സിൻ്റെ പ്രൈസാണ് കുറയുന്നതെങ്കിൽ if only the price of commodity X falls, the y-intercept remains unchanged and the price line rotates in a counterclockwise manner. കമ്മോഡിറ്റി എക്സിൻ്റെ പ്രൈസാണ് കുറയുന്നതെങ്കിൽ നമ്മൾ കമ്മോഡിറ്റി എക്സ് എന്ത് ചെയ്യും, കൂടുതൽ വാങ്ങൂലേ. കമ്മോഡിറ്റി വൈ അത്ര തന്നെ വാങ്ങുള്ളൂ, കമ്മോഡിറ്റി എക്സിന് കൂടുതൽ വാങ്ങാൻ കഴിയും, കാരണം അതിൻ്റെ പ്രൈസ് കുറഞ്ഞില്ലേ. അപ്പോൾ അത് വൈൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, ഒരു മാറ്റവും വരില്ല. പക്ഷേ ദ പ്രൈസ് ലൈൻ റൊട്ടേറ്റ്സ് ഇൻ എ കൗണ്ടർ ക്ലോക്ക് വൈസ് മാനർ. പ്രൈസ് ലൈനിൽ എക്സിൻ്റെ ഭാഗത്തേക്ക് കുറച്ചും കൂടി അപ്പുറത്തേക്ക് വരും, നീങ്ങിപ്പോവും. ഓക്കെ, ഒരു ക്ലോക്ക് വൈസ് മാനറിൽ മാറ്റം വരും. On the other hand, if only the price of X rises, കമ്മോഡിറ്റി എക്സിൻ്റെ പ്രൈസ് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ the y-intercept remains unchanged and the price line rotates in a clockwise manner. y-intercept എന്ത് ചെയ്യും, മാറ്റം വരില്ല, പ്രൈസ് ലൈന് ക്ലോക്ക് വൈസ് മാനറിൽ തിരിയും. അത് നമുക്ക് ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നൊരു ഗ്രാഫ് വന്നിട്ടില്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ സിറ്റുവേഷൻ, അതായത് പ്രൈസ് ഓഫ് വൺ കമ്മോഡിറ്റി ചേഞ്ചസ് പ്രൈസ് ലൈൻ വിൽ ഷിഫ്റ്റ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ എന്ന് പറഞ്ഞില്ലേ. അത് ഫസ്റ്റ് കേസിൽ വരുന്നത് കേട്ടോ. എക്സ് എന്ന കമ്മോഡിറ്റിയുടെ പ്രൈസിൽ കൂടിയാലും കുറഞ്ഞാലും എന്ത് മാറ്റമാണ് പ്രൈസ് ലൈനിൽ വരിക. അപ്പോൾ ഈ നടുത്തത് എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ പ്രൈസ് ലൈൻ ആയിട്ട് തിരിക്കുക, PL. ഇപ്പോൾ ആദ്യം എബോവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അല്ലേ, L1 ആയിട്ട് മാറി. അതെപ്പോഴാണ് ഉണ്ടാവുക, എക്സ് എന്ന കമ്മോഡിറ്റിയുടെ വില കുറഞ്ഞാലാണ് എന്ത് ചെയ്യുക, എബോവ് ഷിഫ്റ്റ് അല്ലെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുക അല്ലേ. അപ്പോഴാണ് കമ്മോഡിറ്റി എക്സ് കൂടുതൽ വാങ്ങാൻ കഴിയുക. അപ്പം ആദ്യം OC എന്ന് പറയുന്ന എമൗണ്ടാണ് എക്സ് വാങ്ങിയതെങ്കിൽ OD ഇപ്പോൾ വാങ്ങാൻ കഴിയും. എപ്പോൾ, എക്സ് എന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞാൽ. OA എന്ന് പറയുന്നത് സെയിം തന്നെയാണല്ലേ, അതായത് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നില്ലേ, y ഇൻ്റർസെപ്റ്റ്, അത് OA എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. എക്സിൻ്റെ എമൗണ്ട് കൂടി
നെക്സ്റ്റ് എക്സ് എന്ന കമ്മോഡിറ്റിയുടെ വില കൂടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അല്ലേ. എന്തായിരിക്കും? PL2യിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എക്സ് എന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടിയാൽ സാധനം എക്സ് എന്ന കമ്മോഡിറ്റി വാങ്ങുന്നത് കുറയുമല്ലോ. അതുകൊണ്ട് തന്നെ PL2 ആയിട്ട് മാറും. അപ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് മാനറിൽ മാറിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ PL നിന്ന് PL1 ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? എക്സ് എന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുമ്പോഴാണ് കൂടുതൽ കമ്മോഡിറ്റി വാങ്ങാൻ കഴിയുക അല്ലേ. അപ്പോൾ അത് എബോവ് അല്ലെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി. ഇനി പ്രൈസ് കൂടുമ്പോൾ എന്തായി? ഇൻവേർഡ് ഷിഫ്റ്റ് ഉണ്ടായി അല്ലേ. ഏത് ഭാഗത്ത് മാത്രമേ ഉള്ളൂ? എക്സിൻ്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. കാരണം വൈ നമ്മൾ അപ്പോഴും അതേപോലെ തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എക്സിൻ്റെ വില കൂടുമ്പോൾ PL2 ആയിട്ട് മാറി. നെക്സ്റ്റ് കേസ് പറയുന്നത് ഇഫ് ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി വൈ ചേഞ്ചസ്. നേരത്തെ പറഞ്ഞത് കമ്മോഡിറ്റി എക്സിൻ്റെ പ്രൈസിൽ മാറ്റം വരുമ്പോൾ. ഇപ്പോൾ പറയുന്നത് ഇഫ് ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി വൈ ചേഞ്ചസ് ദ പ്രൈസ് ലൈൻ വിൽ ചേഞ്ച് ഇൻ എ ഡിഫറെൻറ്റ് ഫാഷൻ. വേറെ രീതിയിലാണ് മാറ്റം വരിക അല്ലേ. ഫോർ എക്സാമ്പിൾ എ ഫോൾ ഇൻ ദി പ്രൈസ് ഓഫ് കമ്മോഡിറ്റി വൈ വിൽ റിസൾട്ട് ഇൻ ആൻ അപ്വേർഡ് റൊട്ടേഷൻ ഓഫ് ദി പ്രൈസ് ലൈൻ. കമ്മോഡിറ്റി വൈയുടെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്വേർഡ് റൊട്ടേഷൻ ആണ് ഉണ്ടാവുക. അപ്വേർഡ് റൊട്ടേഷൻ ഓഫ് ദി പ്രൈസ് ലൈൻ. ദ എക്സ് ഇൻ്റർസെപ്റ്റ് റിമൈനിങ് അൺചേഞ്ച്ഡ്. എക്സിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. വൈൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യും? അപ്വേർഡ് റൊട്ടേഷൻ ഉണ്ടാവും. അത് കൂടുതൽ വാങ്ങാൻ കഴിയും. അപ്പോൾ അപ്വേർഡ് റൊട്ടേഷൻ ഉണ്ടാവും. ഓൺ ദി അതർ ഹാൻഡ് എ റൈസ് ഇൻ ദി പ്രൈസ് ഓഫ് കമ്മോഡിറ്റി price of commodity Y will result in a downward rotation of the price line. കമ്മോഡിറ്റി വൈയുടെ പ്രൈസ് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്മോഡിറ്റി കുറച്ചല്ലേ വാങ്ങാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഡൗൺവേർഡ് റൊട്ടേഷൻ ആയിരിക്കും ഉണ്ടാവുക. പ്രൈസ് ലൈനിൽ ഒരു ഡൗൺവേർഡ് റൊട്ടേഷൻ ആയിരിക്കും ഉണ്ടാവുക. എക്സ് ഇൻ്റർസെപ്റ്റ് റിമൈനിങ് അൺചേഞ്ച്ഡ്. എക്സിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എ ബി എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസ് ലൈൻ ആണെന്ന് കരുതുക. അപ്പോൾ കമ്മോഡിറ്റി വൈയുടെ വില കുറയുകയാണെന്നുണ്ടെങ്കിൽ അപ്വേർഡ് മൂവ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. കമ്മോഡിറ്റി വൈ കൂടുതൽ വാങ്ങാൻ കഴിയും. അപ്പോൾ ആദ്യം OB എമൗണ്ട് ആണ് വാങ്ങാൻ കഴിയുന്നതെങ്കിൽ കമ്മോഡിറ്റി വൈയുടെ വില കുറഞ്ഞാൽ എത്ര വാങ്ങാൻ കഴിയും? OD എമൗണ്ട് വാങ്ങാൻ കഴിയും. കമ്മോഡിറ്റി വൈയുടെ വില കൂടിയാൽ OC എമൗണ്ടായി വാങ്ങാൻ കഴിയുള്ളൂ. AC എന്ന് പറയുന്നതായിരിക്കും ന്യൂ പ്രൈസ് ലൈനായിട്ട് വരിക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ചേഞ്ചസ് ഇൻ ഇൻകം ആൻഡ് പ്രൈസ് ആൻഡ് ബജറ്റ് ലൈൻ. ഇൻകം പ്രൈസും മാറിയാൽ ബജറ്റ് ലൈനിലുള്ള മാറ്റം പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഗ്രാഫും അതുപോലെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഗ്രാഫും കൂടി ഓർത്ത് വെക്കുക. ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ചിൽ കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പറയുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയത്തെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇക്വിലിബ്രിയം കാണിക്കണം എന്നുണ്ടെങ്കിൽ പ്രൈസ് ലൈനും ഇൻഡിഫറൻസ് കർവും വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ പറയാൻ പോകുന്നത് ഇക്വിലിബ്രിയം ഓഫ് ദി കൺസ്യൂമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയത്തെക്കുറിച്ച് ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ചിൽ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതാണ്. So a consumer is in equilibrium when he maximizes the total utility or satisfaction subject to income and price constraint. അപ്പോൾ രണ്ട് കൺസ്ട്രെയിൻസ് ആണുള്ളതെന്ന് പറഞ്ഞില്ലേ. ഏതൊക്കെയാണ്? ഇൻകം അതുപോലെ പ്രൈസും. അപ്പോൾ ഇൻകം ആൻഡ് പ്രൈസ് കൺസ്ട്രെയിൻറ്റ് നിലനിൽക്കെ കൺസ്യൂമർ മാക്സിമം യൂട്ടിലിറ്റി അറ്റൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയാം. Consumer equilibrium can be illustrated by superimposing the indifference map and the budget line. അപ്പോൾ കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഇൻഡിഫറൻസ് മാപ്പും അതുപോലെ ബജറ്റ് ലൈനും ആണ്. Indifference maps describe the preferences of consumers. കൺസ്യൂമറുടെ പ്രിഫറൻസ് പറയാൻ ഉപയോഗിക്കുന്നതാണ് ഇൻഡിഫറൻസ് മാപ്പ്. ദ ബജറ്റ് ലൈൻ എന്താ കാണിക്കുന്നത്? ദ ബജറ്റ് ലൈൻ ഷോസ് ദി ഇൻകം ആൻഡ് പ്രൈസ് കൺസ്ട്രെയിൻറ്റ് ഫേസ്ഡ് ബൈ ദി കൺസ്യൂമർ. ബജറ്റ് ലൈനിൽ എന്താ പറയുന്നത്? ഇൻകം അതുപോലെ പ്രൈസ് കൺസ്ട്രെയിൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു കൺസ്യൂമർ ഫേസ് ചെയ്യുന്ന പ്രൈസ് അതുപോലെ ഇൻകം കൺസ്ട്രെയിൻറ്റിനെ കുറിച്ചിട്ടാണ് ബജറ്റ് ലൈനിൽ പറയുന്നത്.
The consumer is in equilibrium when the budget line is tangent to the highest possible indifference curve. Consumer എപ്പോഴാണ് equilibriumത്തിൽ എത്തുന്നത്? Consumer is in equilibrium when the budget line is tangent to the highest possible indifference curve. Budget line ഇൻഡിഫറൻസ് കർവ് ഏറ്റവും ഹയസ്റ്റിൽ വരുന്ന ഇൻഡിഫറൻസ് കർവുമായിട്ട് ടാൻജൻറ്റ് ചെയ്യുമ്പോഴാണ്, അതായത് ഒരു കൺസ്യൂമർക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻഡിഫറൻസ് കർവ്, ഏറ്റവും ഹയസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഇൻഡിഫറൻസ് ബജറ്റ് ലൈനുമായിട്ട് ടാൻജൻറ്റ് ചെയ്യുമ്പോഴാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ദ ബജറ്റ് ലൈൻ ഈസ് ടാൻജൻറ്റ് ടു ദി ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ്. So the objective of the consumer is the maximization of total satisfaction. നമ്മൾ പറഞ്ഞല്ലേ, കൺസ്യൂമറുടെ ഒബ്ജക്റ്റീവ് എന്താണ്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഇൻകം കൺസ്ട്രെയിൻറ്റ് തന്നാലും, ഗിവൺ ദി ഇൻകം കൺസ്ട്രെയിൻറ്റ്, കൺസ്യൂമർ വിൽ അറ്റംപ്റ്റ് ടു റീച്ച് ദി ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ്. ഇൻകം ഒരു തടസ്സമായിട്ട് നിന്നാലും കൺസ്യൂമർ ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവിൽ തന്നെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഹീസ് അറ്റംപ്റ്റ് ടു റീച്ച് ദി ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ്. Satisfaction is maximized at the point where an indifference curve is tangent to the budget line. Satisfaction എപ്പോഴാണ് മാക്സിമത്തിൽ എത്തുന്നത്? where an indifference curve is tangent to budget line. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതൊരു ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം നമുക്ക് ഒരു ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഏതാണ് ഡയഗ്രം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം. കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് പറയുന്ന ഡയഗ്രമാണ് ഇത്. ഇൻഡിഫറൻസ് കർവും പ്രൈസ് ലൈനും ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. സോ ഇൻ ദിസ് ഡയഗ്രാം കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് ഇ എന്ന് പറയുന്ന പോയിന്റിലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. വേർ ദ ബജറ്റ് ലൈൻ PL ഈസ് ടാൻജന്റ് ടു ദി ഇൻഡിഫറൻസ് കർവ് IC2. ഇവിടെ PL എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ലൈനാണ്. IC1, IC2, IC3 ഇൻഡിഫറൻസ് കർവാണ് അല്ലേ. എപ്പോഴാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? ഇ എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇ എന്ന് പറയുന്ന പോയിന്റിൽ IC2ഉം അതുപോലെ PL എന്ന് പറയുന്ന പ്രൈസ് ലൈനും ടാൻജന്റ് ആണ്. ഓക്കെ. സോ ദ കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് ഇ വേർ ദ ബജറ്റ് ലൈൻ PL ഈസ് ടാൻജന്റ് ടു ദി ഇൻഡിഫറൻസ് കർവ് IC2. അറ്റ് നോ അതർ പോയിന്റ് the consumer is in equilibrium. വേറെ ഏത് പോയിന്റ് എടുത്താലും കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാവില്ല. If the consumer moves along the budget line either to the right or to the left, the points reached must lie on an indifference curve below the indifference curve IC2. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്കോ അല്ലെങ്കിൽ വേറെ ഏത് പോയിന്റിലേക്ക് നീങ്ങിയാലും എന്താണ്? The points reached must lie on an indifference curve below the indifference curve IC2. IC2 എന്ന ഇൻഡിഫറൻസ് കർവിൻ്റെ താഴത്തെ IC1 വരുള്ളൂ. ഓക്കെ. IC2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ് ഈ ഇൻഡിഫറൻസ് കർവിലാണ് ഈ എന്ന പോയിന്റ് കിടക്കുന്നത്. ഇനി ഇത് PL എന്ന് പറയുന്ന ലൈനിൽ മുകളിലേക്കോ താഴേക്കോ ഒക്കെ മാറിയാലും അത് ഇക്വിലിബ്രിയം പോയിന്റ് അല്ല. കാരണം എന്താ? IC2വിനേക്കാളും താഴെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്ന പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടാൻജൻസി പോയിന്റ് വരുന്നുണ്ട് അല്ലേ, ടാൻജന്റ് പോയിന്റ് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയില്ല. കാരണം ഇൻഡിഫറൻസ് കർവ് അതിനേക്കാളും കൂടുതലായിട്ടൊരു ഇൻഡിഫറൻസ് കർവ് ഇവിടെ നിൽക്കുന്നുണ്ട് IC2. ഓക്കെ. ഇനി IC3യിൽ എന്താ വരാത്തത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഹയർ ഇൻഡിഫറൻസ് കർവ് അല്ലേ. പക്ഷെ അവിടെ ഒരു ടാൻജൻസി പോയിന്റ് കാണാൻ കഴിയില്ല. പ്രൈസ് ലൈനും IC3യും ടാൻജൻസി പോയിന്റ് ഇല്ല. ഓക്കെ. അപ്പോൾ ഈ എന്ന് പറയുന്ന പോയിന്റിലാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഒരു കൺസ്യൂമർക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തുന്നത് എപ്പോഴാണ്? ഇൻഡിഫറൻസ് കർവ് പ്രൈസ് ലൈനുമായിട്ട് ടാൻജൻറ്റ് ചെയ്യുമ്പോഴാണ്. അറ്റ് ദാറ്റ് പോയിന്റ് ദ സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് ഈസ് ഈക്വൽ ടു ദി സ്ലോപ്പ് ഓഫ് ദി പ്രൈസ് ലൈൻ. ആ ഒരു പോയിന്റിൽ, അതായത് ഇ എന്ന് പറയുന്ന പോയിന്റിൽ പ്രൈസ് ലൈൻ്റെ സ്ലോപ്പും അതുപോലെ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കും. ഓക്കെ. അറ്റ് ദാറ്റ് പോയിന്റ് സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് ഈസ് ഈക്വൽ ടു ദി സ്ലോപ്പ് ഓഫ് ദി പ്രൈസ് ലൈൻ. ഇ എന്ന് പറയുന്ന പോയിന്റിൽ പ്രൈസ് ലൈനിൻ്റെയും അതുപോലെ ഇൻഡിഫറൻസ് കർവിൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ദ സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് മെഷേഴ്സ് ദി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ ഇസ് ദി റേഷ്യോ ഓഫ് ദ പ്രൈസസ് ഓഫ് ദി ടു ഗുഡ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇൻഡിഫറൻസ് കർവിൻ്റെ
സ്ലോപ്പ് എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതുപോലെ വൈലറ്റ് ലൈനിൻ്റെ സ്ലോപ്പോ ഇസ് ദ റേഷ്യോ ഓഫ് ദി പ്രൈസസ് ഓഫ് ടു ഗുഡ്സ്. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ റേഷ്യോ ഓഫ് ദി പ്രൈസസ് ഓഫ് ടു ഗുഡ്സും ഈക്വൽ ആകുമ്പോഴാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തുക. അതായത് ഇ എന്ന് പറയുന്ന പോയിന്റിൽ രണ്ടിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. Thus the condition of constrained utility maximization. Thus the condition of constrained utility maximization, അതായത് consumer optimization or consumer equilibrium occurs where the consumer spends all his income. അപ്പോൾ കൺസ്ട്രെയിൻഡ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ ഒപ്റ്റിമം മാക്സിമത്തിലെത്തി എന്ന് പറയുന്നത് എപ്പോഴാണ്? MRS XY is equal to MUX divided by MUY is equal to PX by PY ആകുമ്പോഴാണ്. ഒരു കൺസ്യൂമർ ഒപ്റ്റിമത്തിലെത്തി എന്ന് പറയുന്നത് PX by PY is equal to MUX by MUY ആകുമ്പോഴാണ്. ഓക്കെ, MUX by MUY എന്ന് പറയുന്നത് MRS XY. അപ്പോൾ നമ്മൾ പറയുന്ന കൺസ്യൂമർ ഇ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ നോക്കുമ്പോൾ PX by PY അതായത് PLൻ്റെ സ്ലോപ്പ് അതുപോലെ MRS XY ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പും ഈക്വൽ ആണ്. ഒരു കൺസ്യൂമർ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എത്തി അല്ലെങ്കിൽ കൺസ്യൂമർ ഒപ്റ്റിമത്തിലെത്തി എന്ന് പറയാം. So the equation states that when the consumer is in equilibrium, which is shown by the point of tangency of an indifference curve with the price line, the marginal rate of substitution of the two goods is equal to the ratio of their price. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ പ്രൈസിൻ്റെ റേഷ്യോ തമ്മിൽ ഈക്വൽ ആകുമ്പോഴാണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പോയിന്റ് ഇത്രയാണ് കേട്ടോ പറയണത്. എന്താണ്? ഇൻഡിഫറൻസ് കർവും പ്രൈസ് ലൈനും ടാൻജൻറ്റ് ചെയ്യുന്ന ഭാഗത്താണ് പോയിന്റിലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയുന്നത്. ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയമാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ചിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്താണ്, അതുപോലെ ഇൻഡിഫറൻസ് കർവ് അതിൻ്റെ അസംഷൻസ്, പ്രോപ്പർട്ടീസ്, പിന്നെ പ്രൈസ് ലൈന്, പിന്നെ കൺസ്യൂമർ ഇക്വിലിബ്രിയം, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.